السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി തഖ്വയോടുകൂടി ജീവിതം നയിക്കണേ എന്ന സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുമ്പിൽ ആ പാർട്ടിയുടെ നേതാവ് അണികളോട് ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നേതാവായി നമ്മൾ അംഗീകരിക്കുന്ന ആ നേതാവിനോട് നേരിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ തരീഖത്തായിട്ട് വഴികളായിട്ട്
ഓരോരോ നേതാക്കന്മാരായിട്ട് നിങ്ങൾ പാർട്ടിയിൽ ഫിത്തനയുണ്ടാക്കരുത്. ഞാൻ നേരിട്ട് പറയുന്ന ആളാണ്, എൻ്റെ കാര്യമൊക്കെ ഞാൻ നേരിട്ടാണ് പറയാറ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ വേദിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇടയാളന്മാരുടെ ആവശ്യമില്ല. അവിടെ സംസാരിച്ചത് മുഴുവനും രാഷ്ട്രീയമാണ്. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടി പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേറെ ആളെയൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് കൊണ്ടു നടന്ന് പറയേണ്ടതില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന കാര്യങ്ങൾ പറയാം. പക്ഷേ ആ സംസാരം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം കേരളത്തിലെ ഇവിടുത്തെ യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ അവർ വലിയ പ്രശ്നമുണ്ടാക്കി. നേരിട്ട് കാര്യങ്ങൾ അല്ലാഹുവിനോട് പറയുക എന്നത് അത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ടതല്ല. ഇടയാളന്മാരിലൂടെ തന്നെയാണ് അല്ലാഹുവിനോട് പറയേണ്ടത്. അതാണ് ഇസ്ലാം. എന്നിട്ട് ആ പാർട്ടിയിൽ തന്നെയുള്ള യുവജന സംഘം ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു ഔദ്യോഗികമായിട്ട് ലെറ്റർ പേഡിൽ എഴുതി, ഇങ്ങനെ ഇടയാളന്മാരില്ലാതെ നേരിട്ട് പറയാമെന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കണം. എന്താണ് ഇവര് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് ഇവർ പറയുന്നത്? ഇതിലെ രാഷ്ട്രീയം നമ്മൾ മാറ്റിവെക്കുകയാണ്. അത് അവരുടെ ഔദ്യോഗിക ആഭ്യന്തര കാര്യമാണ്. ഇതിൽ ഇസ്ലാമികപരമായിട്ട് അല്ലാഹുവിലേക്ക് ഇടയാളന്മാരെ ആവശ്യമില്ല എന്നത് ഇസ്ലാമികമല്ല. ഇടയാളന്മാർ തന്നെയാണ് ആവശ്യമുള്ളത് എന്ന് പറയുകയും അതിന് ചില തെളിവുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ സ്വഹീഹായ ഹദീസും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തും കൂടി കോട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അതീവ ഗൗരവത്തോടുകൂടി പല വേദികളിലും മുസ്ലിംമാർ പ്രസംഗം ആരംഭിച്ചു തുടങ്ങി. എന്തൊരു അപകടകരമായിട്ടുള്ള തരത്തിലേക്കാണ് ഉമ്മത്തിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അല്ലാഹുവിലേക്ക് വസീല ആവശ്യമുണ്ടോ? യാതൊരു വസീലത്തിന്റെയും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വസീല ആവാം എന്ന് പറയുന്ന ആളുകളുണ്ട്. വസീലയുടെ തന്നെ നിർവചനം മാറ്റി ഇടയാളന്മാരിലൂടെ അതാവണം എന്ന് പറയുന്നവരും ഉണ്ട്. 3 തരക്കാരാണ്. എന്നാൽ അല്ലാഹുവിലേക്ക് വസീലയുണ്ട്. അതാണ് ഇസ്ലാം. അല്ലാഹുവിലേക്ക് വസീലയുണ്ട്. അതാണ് ഇസ്ലാമിക വിശ്വാസം. അതാണ് റസൂൽ പഠിപ്പിച്ചത്. പക്ഷെ എങ്ങനെയാണ് ആ വസീല? എങ്ങനെയാണത്? അതാണ് കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതും. ആ പഠിപ്പിച്ചു തന്നതിനെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നിട്ടും ഉണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ അതിന്റെ 180-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, വലില്ലാഹി അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന് അത്യുത്കൃഷ്ടമായ അനേകം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ തന്നെ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അവന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ അവഗണിക്കുക. സംശയം വേണ്ട, അവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ ഒരു താക്കീതോട് കൂടിയിട്ട് ആണ് ആയത്ത് അവസാനിക്കുന്നത്. തുടങ്ങുന്നത് അല്ലാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇത് തെറ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. എന്താണെന്ന് അറിയാതെ അസ്മാഇന്റെ പണിക്കാരെ കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അസ്മാ എന്ന് പറഞ്ഞാൽ? നാമങ്ങൾ എന്നാണ് അർത്ഥം. ഇസ്മിന്റെ പണി എന്ന് അതിനെ അങ്ങനെ പറയാറുണ്ട്. ഇസ്മിന്റെ പണി എന്ന് പറഞ്ഞാൽ പേരിനൊരു പണി എന്നതിന് അർത്ഥമുള്ളൂ. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, പണി എന്ന് പറഞ്ഞാൽ പണി മലയാളമാണല്ലോ. ഇതിലൊന്നും വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട് അല്ലാഹുവിന്. അപ്പൊ നമ്മൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു കാര്യം ആവശ്യപ്പെടും, രോഗശമനത്തിന്.
അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മുറാദുകൾ, നല്ല കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലിയുടെ എന്തു കാര്യങ്ങളാവട്ടെ, മനുഷ്യരുടെ റബ്ബിനോടോ, അവിടെ നമ്മൾ യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫൂർ, യാ റസാഖ്, ഇങ്ങനെയുള്ള അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ നാമങ്ങളെ മുന്നിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറയാം. അതാണ് വസീലയുടെ ഒന്നാമത്തെ മാർഗം. ഒരു മാർഗം അതാണ്. ഇനി രണ്ടാമതൊരു മാർഗമുണ്ട്. ആ മാർഗം എന്താണ്? ആ മാർഗം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന മുവഹ്ഹിദുകളായ, മുത്തഖീങ്ങളായ നല്ല മനുഷ്യർ, ആ മനുഷ്യരുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് എന്റെ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ന് പറയാം. ദുആ കൊണ്ട് വസിയ്യത്ത്, ദുആ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആരോട്? അല്ലാഹുവോട്. അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. മൂന്നാമതൊരു വസീലയുടെ മാർഗമുണ്ട്. അതേതാണ്? അത് പടച്ചതമ്പുരാന്റെ തൃപ്തി മാത്രം ഭയപ്പെട്ടുകൊണ്ട്. തൃപ്തിയെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, തഖ്വയോടുകൂടി. ഭയപ്പാട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ പറഞ്ഞ ഭയപ്പാടല്ല കേട്ടോ അല്ലാഹുവിനെ ഭയപ്പെടുക എന്നത്. തഖ്വ, ഭയപ്പാടുക എന്ന് പറയുന്നത് അല്ലാഹു എനിക്ക് നഷ്ടമാവരുത്, റബ്ബ് എനിക്ക് ഒരുക്കി വെച്ചത് നഷ്ടമാവരുത്, അല്ലാഹുവിന്റെ സ്നേഹം എന്നിൽ നിന്ന് പോവരുത് എന്നുള്ള സ്വന്തം ഭയപ്പാടാണ്. അങ്ങനെ പടച്ചതമ്പുരാന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, നമുക്കൊരു പ്രതിസന്ധി വരിക, ഒരു പ്രയാസം വരിക, ആ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹുവേ, ഞാൻ ഇന്ന ഒരു പ്രവർത്തനം ചെയ്തത് പടച്ചവനെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട്, നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട്, നിന്നെ നിന്ന് പ്രതീക്ഷ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതാണ്. അല്ലാഹുവേ, അത് നിനക്കറിയാമല്ലോ അല്ലാഹ്, അത് നീ സൽക്കർമ്മമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാഹുവേ ഉള്ളൂ. ഇത് മൂന്ന് കാര്യങ്ങളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള വസീല, ഇടത്തേട്ടം എന്ന് പറയാവുന്നത്. ഒന്നിനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്നെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് മാർഗങ്ങളും ഇസ്ലാം അംഗീകരിച്ചതാണ്, അനുവദിച്ചതാണ്, തർക്കമില്ല. എന്താ അതിന് തെളിവ്? അതിന് തെളിവുകൾ ധാരാളമുണ്ട്, ധാരാളം തെളിവുകൾ. ഒരു തെളിവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാർക്ക് ഒരു ഉണ്ടായ ചരിത്ര സംഭവത്തെ പറഞ്ഞു കൊടുത്തു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അത് റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, 3 ആളുകൾ ഒരു ഗുഹയിൽ ഉണ്ടായിരുന്നു. വലിയ ഒരു പ്രതിസന്ധി, ഒരു കാലാവസ്ഥയുടെ മാറ്റം വന്നപ്പോ അവരുടെ ഗുഹാമുഖം അടയുമാറും വലിയൊരു കല്ല് വന്ന് അതിൽ നിന്നും വലിയൊരു കല്ല് വന്നു. അവര് 3 ആള് പരിശ്രമിച്ചാലും ആ കല്ല് മാറ്റാൻ കഴിയില്ല, പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. ഈ 3 ആളുകളിൽ ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹ്, എന്റെ വീട്ടിലുള്ള എന്റെ പ്രായം ചെന്ന എന്റെ മാതാപിതാക്കളെ വളരെ വാത്സല്യത്തോടും വളരെ അവർക്ക് വേണ്ടുന്ന ഖിദ്മത്തും ചെയ്താണ് ഞാൻ എന്റെ ജീവിതം നയിച്ചിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിനു ശേഷമേ എനിക്ക് എന്റെയോ എന്റെ മക്കളുടെയോ ആവശ്യങ്ങൾ ഞാൻ പരിഗണിക്കാറുള്ളൂ. മാതാപിതാക്കളോട് അങ്ങേയറ്റം ഖിദ്മത്ത് ചെയ്ത ആ സഹോദരൻ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, അത് നിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ടാ. അല്ലാഹുവേ, നിന്റെ നിയമം പാലിച്ചുകൊണ്ടാ മാതാപിതാക്കളോട് അവരോട് കരുണ ചെയ്യുക, കാരുണ്യം കാണിക്കുക, വാത്സല്യം കാണിക്കുക, അവർക്ക് വേണ്ടുന്ന ഖിദ്മത്ത് ചെയ്യുക എന്നത് അല്ലാഹുവേ തൃപ്തിപ്പെടുന്ന ഒരു പ്രവർത്തനമാണല്ലോ. അല്ലാഹുവേ, അങ്ങനെ അത് നീ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ്, ഈ പ്രതിസന്ധി മുഖത്ത് നിന്ന് ഈ കല്ലിനെ മാറ്റി ഞങ്ങളെ രക്ഷപ്പെടുത്തല്ലോ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ കല്ല് ഒരല്പം മാറി
ആകാശത്തു നിന്നുള്ള വെളിച്ചം അവർക്ക് തിരിച്ചു കിട്ടി. പക്ഷെ അതിലൂടെ പുറത്തേക്ക് കടക്കുവാനുള്ള വഴി ആയിട്ടില്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു ചരിത്രത്തെ കൃത്യമായിട്ട് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി വളരെ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ആള് പ്രാർത്ഥിച്ചു, അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച് എനിക്ക് സ്വന്തമാക്കണമെന്ന് വിചാരിച്ച ഒരു സഹോദരി, ഒരു പെണ്ണ്, ആ പെണ്ണിനോട് ഞാൻ എന്റെ ആവശ്യം ബോധിപ്പിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, 100 ദിനാർ നീ എനിക്ക് തന്നാൽ മാത്രം ഞാൻ അനുവദിക്കാം. അങ്ങനെ ആ 100 ദിനാറിന് വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ആ 100 ദിനാർ എന്റെ കയ്യിൽ വന്നപ്പോ അതുമായി ഞാൻ അവളെ സമീപിച്ചു. അങ്ങനെ എന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു പിടിച്ചു നിർത്തിയപ്പോ അവൾ എന്നോട് പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടണട്ടോ, അല്ലാഹു ഹലാലായ മാർഗത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ അർഹതയുള്ളവർക്ക് മുമ്പിൽ മാത്രമാണ് ഞാൻ ഇത് അനുവദിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയപ്പെട്ടു മാറി നിന്നു. അല്ലാഹ്, ഞാൻ അവിടെ അതിക്രമം കാണിച്ചില്ല അല്ലാഹ്, അത് നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹുവേ, ആ ഒരു പ്രവർത്തനം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഈ പ്രതിസന്ധി മുഖത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തല്ലോ. ആ പാറയുടെ ഭാഗം കുറച്ചുകൂടി നീങ്ങി. ഇനി അടുത്ത ആള്, മൂന്നാമത്തെ ആളും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാനുണ്ടായ ഒരു കാരണം റബ്ബിന്റെ മുമ്പിൽ വെച്ചത് അദ്ദേഹത്തിന്റെ അടുത്ത് ജോലി ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹം ആ ശമ്പളം പണം കൈപ്പറ്റുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുന്ന് പോയി. പിന്നെ അദ്ദേഹത്തെ തിരഞ്ഞിട്ട് കണ്ടില്ല. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ആയുഷ്, അദ്ദേഹത്തിന്റെ ശമ്പളം കൊടുക്കാൻ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ പണം കൊണ്ട് അദ്ദേഹം കുറച്ചു കന്നുകാലികളെ വിളിച്ചു. എന്നിട്ട് ആ കന്നുകാലികളെ അവിടെ വളർത്തി. ആ കന്നുകാലികൾ അങ്ങനെ പെറ്റു, ഒരുപാടായി, ഒരു കൂട്ടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദാസ, എന്റെ ഹക്ക് നീ തിരിച്ചു കൊണ്ടാ, എനിക്ക് നീ തരാനുണ്ടല്ലോ, അത് കൊണ്ടാ. ആ സമയത്ത് അദ്ദേഹം ആ വന്ന് ചോദിച്ച ആളോട് പറഞ്ഞു, ആ കൂടി നിൽക്കുന്ന കന്നുകാലികൾ മുഴുവനും നിന്റേതാണ്, നീ എടുത്തോ. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ കൂലി, എന്റെ ശമ്പളം ചോദിച്ചപ്പോ നീ എന്നെ പരിഹസിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, പരിഹസിക്കല്ല, അത് നിന്റെ ഹക്കാണ്, നിന്റേതാണത്, നിനക്ക് തരാനുള്ള പണത്തിൽ നിന്നുണ്ടായതാ, അതുകൊണ്ട് അത് മുഴുവൻ നിന്റേതാ, ഹക്കാണ് നിന്റെ തോന്നുവാണ്. അല്ലാഹുവേ, അവന്റെ ഹക്ക് പരിപൂർണമായി തീർത്ത് ഞാൻ കൊടുത്തത് അല്ലാഹ് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അല്ലാഹ്, അത് നീ ഒരു സൽക്കർമ്മമായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ റബ്ബേ, ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവര് ആ കല്ല് മാറി അല്ലാഹു അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു വരിക. ഈ പറഞ്ഞ കഥയല്ല, ചരിത്രം സംഭവിച്ചത് അല്ലാഹു റസൂലുള്ളാഹിയോട് ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇതൊന്ന് തിരിച്ചു വന്നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ കല്ല് കുറച്ചു നീങ്ങി, വെട്ടം, വെളിച്ചം അവർക്ക് കിട്ടുമാറ്, ആകാശത്തെ കാണുമാറ് അവർക്ക് സന്തോഷമുണ്ടായി. അപ്പൊ ബാക്കി രണ്ടാൾക്കാർ ഇത് കാണുകയാണല്ലോ. അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, കല്ല് നീങ്ങി. നമ്മളുടെ നാട്ടിലെ അവസ്ഥ വെച്ചാണെങ്കിൽ ഇന്നെന്താ വേണ്ടത്? അല്ലാഹുവേ, പ്രാർത്ഥന സ്വീകരിച്ച ഒരു വലിയാണ്, ഒരു മഹാനാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ലാഹ്, ഇദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തല്ലാ. ഇങ്ങനെയല്ലായിരുന്നോ പ്രാർത്ഥിക്കേണ്ടത്? രണ്ടാൾക്കാർ ഇയാളാണ് വലിയാക്ക, അയാൾ വലിയ തന്നെയാണല്ലോ, സംശയമില്ല. അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരാ അല്ലേ? നമ്മൾ പ്രാർത്ഥന സ്വീകരിച്ച ആളാ. നമ്മളൊന്നും ഇവിടെ തെണ്ടി നടക്കുന്നത്, നമസ്കരിക്കാതെ, ലഹരിയടിച്ച്, കുളിക്കാതെ, നിന്ന് മൂത്രമൊഴിച്ച് മലവിസർജനം നടത്തിയാൽ വൃത്തിയാക്കാതെ ശരീരം മുഴുവനും ചവച്ചു തുപ്പി നടക്കുന്ന ചവറ്റുകൊട്ടയിലേക്ക് തള്ളേണ്ടവരല്ല.
അഡ്രസ്സുള്ള വലിയ നേരെ കണ്ണിന് മുമ്പിൽ രണ്ടാളും കാണുക. എന്താ വേണ്ടത്? അവിടെ ഇരുന്നിട്ട് മൂപ്പരെ കെട്ടിപ്പിടിച്ചിട്ട് അള്ളാ ഈ മുത്തിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞു. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ച കുറച്ചും കൂടി നീങ്ങിയല്ലോ. മൂന്നാമത്തെ ആളുടെ മുമ്പിൽ രണ്ട് വലിയുകളാ, രണ്ട് മഹാന്മാരാ. അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ ഈ രണ്ട് ഔലിയാക്കളുടെ വർക്കത്ത് കൊണ്ട് ഇതൊന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞു. ഇല്ല, എന്തേ? അതല്ല ഇസ്ലാം, അതല്ല ഇസ്ലാം, അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാം നമ്മൾ പ്രവർത്തിച്ച നല്ല, നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, ചേർത്ത് വെക്കേണ്ടത്, പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരു ആവശ്യം പറയേണ്ടുന്ന സമയത്ത് എടുത്തു പറയാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടോന്നാണ്. നല്ല കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരാളുടെയും പ്രീതി കാക്ഷിച്ചിട്ടല്ല, ആരുടെ മുമ്പിലും ഇത് പറയാനല്ല, റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയാൻ. സഹോദരങ്ങളെ, ഇതാണ് രണ്ടാമത്തെ മാർഗം. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞൊരു മാർഗമുണ്ടല്ലോ, മുത്തഖികളായ മുവഹ്ഹിദുകളായ ആളുകളോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന്. അതിനും തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായിട്ട് സ്വഹീഹായി കൊണ്ട് കിടക്കുന്ന ഒരു രംഗമാണത്. അവിടെ മഴയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു. അവരുടെ കൃഷിക്കും അവരുടെ നൽകാലികൾക്കും ജനങ്ങൾക്കും ഒക്കെ വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോ ജനങ്ങൾ വന്നിട്ട് അവരോട് പറഞ്ഞു, മഴയില്ലാത്ത സാഹചര്യമാണ്. അത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. അബ്ബാസ് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറഞ്ഞു. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമസ്കാരം നടത്താൻ നിങ്ങൾ ഇമാമായിട്ട് നിൽക്കണം, നിങ്ങൾ ഇമാമായിട്ട് നിൽക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയാ, അല്ലാഹ് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, മുമ്പിൽ നിൽക്കാൻ, ഇമാമായി നിൽക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ അബ്ബാസ് റളിയല്ലാഹു അബ്ബാസിനെ ഞങ്ങൾ ഇമാമാക്കി നിന്നോട് പ്രാർത്ഥിക്കുന്നു അല്ലാഹ്. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെയാണ് ഇടയാളന്മാർ ആവശ്യപ്പെട്ടെന്ന് പറയുന്ന ആളുകൾ ഇന്ന് നോട്ടീസിലൂടെയും പ്രസംഗത്തിലൂടെയും പ്രചരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് അവർക്ക് തന്നെ എതിരാണ്, അവർക്കെതിരാ. എന്തിനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിന്നത്? മറുകാരോട് പറഞ്ഞൂടെ? മഴ ഇല്ലാത്ത സമയത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹിനോട് പുള്ളോട് പറയുന്നുണ്ട്, റസൂലിനോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ഇനി റസൂലുള്ളാഹിനെ ഇമാമാക്കി നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് എന്താ മാതൃക? ഞങ്ങളിൽ നിന്ന് അബ്ബാസിനെ ഇമാമാക്കി നിർത്തുന്നു. കൂട്ടരെ, അതന്നെയല്ലേ നമ്മൾ പറയുന്നത്. മരിച്ചവരോട് ചോദിക്കാൻ പറ്റൂല, മരിച്ചവന്മാർ അടയാളന്മാരാക്കാൻ പറ്റൂല. അതെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞതും ആ സ്വഹാബത്ത് ഒന്നടങ്കം സ്വീകരിച്ചതും അവരാരെങ്കിലും പറഞ്ഞോ? നിൽക്കട്ടെ, റസൂലുള്ളാഹിനോട് നമുക്ക് ചോദിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവരെങ്കിലും റസൂലുള്ളാഹിനോട് ചോദിച്ചോ? പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് ദീനിനെ മനസ്സിലാക്കണം. ഇതിനെ വികൃതമാക്കാൻ, ഇതിനെ അട്ടിമറിക്കാൻ വലിയ പരിശ്രമങ്ങളാണ് നടക്കുന്നത്. നടത്തുന്നവർ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തേക്ക് ഓരോ ദിവസവും നടന്നെടുക്കുകയാണ്. അതാണ് വലിയ രസം. ഓരോ ദിവസവും ശത്രുക്കളുടെ കൈകളിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ രാജ്യത്തേക്ക്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റുകളായ, ഈ രാജ്യത്തിന്റെ സമാധാന മുടക്കികളായ, സർവ്വ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണക്കാരായ ആ പാർട്ടിയുടെ നേതാവിനൊപ്പം വയനാട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയ പുരോഹിതനാണ്. മക്കയിലേക്കും മദീനയിലേക്കും പോകുന്നവർ വിഡ്ഢികളാണ് എന്ന് പ്രസംഗിച്ചത്. പിന്നെ കാണുന്നത് നോട്ടീസിൽ ഈ സവർണ ഫാസിസ്റ്റ് ഭീകര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം മൂപ്പര പേരുണ്ട്. റഹ്മത്തുള്ളാഹി ഖാസിമി, ഇസ്ലാമിക പണ്ഡിതൻ. നോട്ടീസിലെ ആരെ നോട്ടീസില്? ഈ രാജ്യത്തിന്റെ സമാധാനം മുടക്കികളായ അവരുടെ നോട്ടീസിൽ.
അപ്പൊ ഇസ്ലാമിന്റെ എതിർപക്ഷത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അടുത്തേക്ക് ചാഞ്ഞു അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമസ്ത പുരോഹിതന്മാർ ഇവിടെ പറയുന്നത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൂട്ടി ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തും ഇവന്മാര് അല്ലാഹുവിനോട് ഇടയന്മാരെ സ്വീകരിക്കാൻ തെളിവാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിശദീകരിക്കാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കർമ്മം പിന്നോട് ബാക്കിയില്ല കേട്ടോ. വിശ്വാസം ആദ്യ വിശ്വാസികളാകണം, എന്നിട്ടാണ് വിശ്വാസം ദൃഢമല്ലെങ്കിൽ, അത് കറകളഞ്ഞതല്ലെങ്കിൽ ഓന്റെ പിന്നെ ഒരു അമലും ബാക്കിണ്ടാവില്ല, ചോദിക്കാണ്ടാവില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് വിശ്വാസത്തിലാണ് കടന്നു പിടിച്ചിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പറയാൻ, അല്ലാഹുവിന്റെ അസ്മാഉകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ നമുക്ക് എടുത്തു പറയാം. ഒരുപാട് നാമങ്ങളുണ്ട്. والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അവസാനം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്ന എല്ലാ ശിർക്കിൽ നിന്നും അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹ് കാര്യം ആവശ്യമില്ല. നിങ്ങളെ ഈ പറയണ പൊരുത്തന്റെ വർത്താനം അള്ളാന്റെ അടുത്ത് വില പോവില്ല. അത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാ, അള്ള പറഞ്ഞതല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട്, പിന്നെയോ മുവഹ്ഹിദുകളായ മുത്തഖീകളായ അന്നദാസന്മാരോട് നമുക്ക് ദുആ കൊണ്ട് പറയാം. അതുപോലെ നമ്മൾ ചെയ്ത സൽപ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറയാം. എല്ലാം ഒന്നിനോടും, അവിടെ വേറെ ആർക്കും അതിനെതിരെ ആരുമില്ല, ആർക്കും അവരുടെ ഒരു ബർക്കത്തുമില്ല. സാധാരണ ഹക്ക് ജാഹ് ബർക്കത്ത് എന്നൊക്കെ പറയാം. അതൊക്കെ ഇവിടുന്ന് വന്നതാ, ഷിയായിസത്തിൽ നിന്ന് വന്നതാ. ഇസ്ലാമിലില്ല കേട്ടോ ഹക്ക് ജാഹ് ബർക്കത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരൊറ്റ ദുആയില്ല. ഹക്ക് എന്ന് പറഞ്ഞാൽ അവരെ സത്യപ്പെടുത്തിക്കൊണ്ട്, ജാഹ് അവന്റെ സ്ഥാനത്തെ നിർത്തിക്കൊണ്ട്, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ബർക്കത്ത് ഉണ്ടല്ലോ അല്ലാഹ്. ആരാ പറഞ്ഞത് അയാൾക്ക് ബർക്കത്ത് ഉണ്ടെന്ന്? ആരാ പറഞ്ഞത്? നമ്മൾ പറയുമ്പോൾ ഒരു ഭയങ്കര ബർക്കത്താ. ആരാ പറഞ്ഞത്? ഇവരെന്നെ പറഞ്ഞിട്ടൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആശയത്തെ, ആദർശത്തെ അട്ടിമറിക്കാൻ പരിശ്രമങ്ങൾ അതിന്റെ ആദ്യകാലം മുതലേ തുടങ്ങിയതാ. പരാജയപ്പെടരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തു ആറാഫിലെ 180-ാമത്തെ വചനമാണല്ലോ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആദ്യമായിട്ട് ആമുഖമായിട്ട് ഓതിയത് സൂറത്തു മാഇദയിലെ 35-ാമത്തെ വചനമായിരുന്നു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നാണ് ആയത്. ആ മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇനി അതിലെ 181-ാമത്തെ ഒരു ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. ചെറിയൊരായത്താണ്, പക്ഷെ ശ്രദ്ധേയമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, وَمِمَّنْ خَلَقْنَا أُمَّتُهُ يَهْدُونَ بِاللَّهِ وَبِهِ يَعْدِلُونَ. അല്ലാഹു പറയാം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു സംഘം ആളുകളുണ്ട്. നമ്മുടെ സൃഷ്ടികളിൽ ജനത്തെ സത്യപാതയിൽ നയിക്കുകയും സത്യനിഷ്ഠയോടെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഹക്കായിട്ട് തന്നെ പറയും, ആരും പഠിക്കൂല. ഏതൊരു വിഷയത്തിലും ഹക്ക് എന്താണോ അതാണ് പറയുന്നത്. എന്ത് ഇസ്ലാമികപരമായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ വിഷയത്തിലും ഹക്ക്. അതിനിവിടെ മറ്റവരെന്താ പറഞ്ഞത് കേട്ടതിന് ശേഷം പറയാ, അതിന് കാത്തുക്കൂല.
അതുകൊണ്ടാണ് പലപ്പോഴും മുജാഹിദുകൾക്കിടയിൽ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തെങ്ങനെ മാറി നിൽക്കുന്നത്, വേറിട്ടിരിക്കുന്നത്? ഹക്ക് പറയാൻ പറ്റുമോ? അവരിൽ ഒരു കൂട്ടമായിട്ടുണ്ടാവും. ഒന്നിച്ച് പലപ്പോഴും നിൽക്കുമ്പോൾ പല ഹക്കുകളും മൂടി വെക്കേണ്ടി വരുന്നുണ്ട്. പല കാര്യങ്ങളും പറയാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ നോക്കൂ, സിഹിറിന്റെ കാര്യത്തിൽ തന്നെ ഫലിക്കോ ഫലിക്കൂലെന്ന് ഫലിക്കുന്നു പറഞ്ഞവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയി പറയണില്ല, അതൊരു വിഷയമാക്കണ്ടെന്നാ. അപ്പോൾ ഹക്ക് മാറ്റി വെച്ചില്ലേ? എന്താണ് ഹക്ക്? അത് പറയാ. സിഹിർ ഫലിക്കൂല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കൂല, അതാണ് ഹക്ക്. അവര് അത് പറയാൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ പറ്റൂല, അതൊരു പ്രബോധന വിഷയമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ വേറിട്ട് മാറി നിൽക്കേണ്ടി വരുന്നത് പല വിഷയങ്ങളിലും. അതുകൊണ്ട് ഹക്ക് പറയാൻ അല്ലാഹു ഒരു സംഘത്തെ എപ്പോഴും ബാക്കിയാക്കും. ഹക്ക് പറയുന്നവരോടൊപ്പം അവരോടൊപ്പം നിങ്ങൾക്ക് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഹക്ക് പറയുന്നവരോടൊപ്പം നിലകൊള്ളുക എന്നാണ് അല്ലാഹു സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ കോട്ടക്കൽ വ്യാപാര ഭവനിൽ 2 മണി മുതൽ കാലം തേടുന്ന ഇസ്ലാഹി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു ആദർശവും ഒരു പ്രമാണവും എന്ന വിഷയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുക. വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നോക്കൂ. സർവമത സത്യവാദം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വിഭാഗമാണെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവൻ പറയുന്ന എല്ലാ മതങ്ങളും പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് അവരെയൊന്നും ദഅവത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ദഅവത്തിനെ കുറിച്ച് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഖുർആന്റെ ആളുകളാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഓരോ അങ്ങോട്ട് പോകാം, അവരെ താമസിച്ച് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കൊണ്ടിട്ടാണ് മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ പറച്ചിൽ അങ്ങനെ. അതും ഒരു പ്രശ്നം തന്നെയാണ്. പല ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ വാദം. അതൊരു പുതിയ വാദമൊന്നുമല്ല. ചേകന്നൂർ ഇവിടെ പറഞ്ഞു വെച്ച വാദത്തിന്റെ ഒരു കഷ്ണാണ്. ചേകന്നൂരിന്റെ പിന്നാലെ പോയ ആളുകളിൽ 95% ആളുകൾ നിരീശ്വരവാദികളായി മാറിപ്പോയി. നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ചേകന്നൂരിന്റെ വിഷയത്തിൽ സംസാരിച്ച് ഒപ്പം ഇന്ന് സംസാരിച്ചവരിൽ ഒക്കെ നിരീശ്വരവാദികളപ്പോൾ അതിന്റെ ബാക്കി തന്നെയാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന ഇദ്ദേഹവും നടത്തുന്ന പ്രശ്നം. അതുകൊണ്ട് അതുപോലെ ഇതും ഇപ്പൊ നടക്കുന്ന ഈ ഇടത്തേട്ടം, അതുപോലെ തന്നെ ഈ ജിന്ന്, സിഹ്ർ, കണ്ണേർ, നങ്കർ, മുങ്കർ കൊണ്ട് എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ ഇതൊക്കെയും കൃത്യമായിട്ട് എന്താണ് വിശ്വാസം, എന്ത് വിശ്വാസമല്ല എന്ന് പ്രമാണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ ശ്രദ്ധിക്കണം, അതിലേക്ക് പരമാവധി നിങ്ങൾ എത്തിച്ചേരണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്ന ഒരു ചെറിയ സംഘമാണ്. അതിലേക്ക് നിങ്ങൾക്കൊക്കെ സഹകരിക്കാം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുവാനും മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും സത്യം പറയാൻ, അത് സത്യം എത്ര പ്രതിസന്ധിയും സത്യത്തോടൊപ്പമേ നിൽക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലൊക്കെ ജുമുഅക്ക് വന്നിരുന്ന നമ്മുടെ സഹോദരൻ ബിരാൻ സാഹിബ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽപ്പെട്ട് ഒരൽപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ രോഗം, അദ്ദേഹത്തിന്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യത്തോടുകൂടി നമസ്കാരങ്ങളിലേക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗവും ഒക്കെ തേടുന്നതിനും ഒക്കെ അല്ലാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു സഹോദരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരൽപ്പം പ്രയാസമാണ് ചികിത്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ അവർക്ക് നൽകുന്ന ചികിത്സ, അവരുടെ രോഗം പരിപൂർണ്ണ ശമനമായിക്കൊണ്ട് സന്തോഷത്തോടെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് എത്തുവാൻ അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു അവർക്കെല്ലാം നൽകുന്ന ചികിത്സ അവരുടെ രോഗശമനത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.